ചരിത്രപരവും സാംസ്കാരികവും സാമ്പത്തികവുമായി വളരെ ഉയർന്ന നിലവാരമുള്ള ഒരു സിറ്റിയാണ് ട്രിച്ചി സിറ്റിയെങ്കിലും കാറിൽ നാം സഞ്ചരിക്കുമ്പോൾ എങ്ങും നമുക്ക് കാണാൻ പറ്റുക പഴയ കെട്ടിടങ്ങളും ദാരിദ്ര്യം നിറഞ്ഞ സാഹചര്യങ്ങളും തീരെ വൃത്തിയില്ലാത്ത പുരയിടങ്ങളും മറ്റുമാണ്. ഇങ്ങനെ നാം ട്രിച്ചി സിറ്റിയിലെ ഒരു ചെറിയ കറക്കത്തിന് ശേഷം സിറ്റി വിട്ട് നാം പുറത്തേക്ക് കല്ലട ഡാമിൻ്റെ അരികിലേക്ക് കാറിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. കല്ലണൈ ഡാം കാവേരി നദിക്ക് കുറുകെ നിർമ്മിക്കപ്പെട്ട വലിയൊരു ഡാമാണ്. ഇങ്ങനെ കാറിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ട്രിച്ചി സിറ്റിയുടെ പഴയ ചരിത്രത്തെപ്പറ്റിയാണ് ചിന്തിച്ചു കൊണ്ടിരിക്കുക. ക്ഷേത്രങ്ങൾ മാത്രമല്ല, പഴയകാല പള്ളികൾക്കും വളരെ പേരുകേട്ട ഒരു നഗരം കൂടിയാണ് ഈ ട്രിച്ചി സിറ്റി. ഫ്രഞ്ചുകാരുടെയും ബ്രിട്ടീഷുകാരുടെയും കാലത്ത് സ്ഥാപിക്കപ്പെട്ട നിരവധി പള്ളികൾ ഇവിടെയുണ്ട്. അവയിൽ 1812 നിർമ്മിച്ച സെൻറ്റ് ജോൺസ് പള്ളിയുടെ ജനലുകൾ മലർക്കെ തുറന്നാൽ പള്ളി ഒരു തുറസായ വിശ്രമസ്ഥലമായി മാറുന്ന അത്ഭുതകരമായ ഒരു കാഴ്ചയുണ്ട് ഇവിടെ. എളക്കുറിശ്ശിയിലെ പള്ളി ക്രിസ്ത്യൻ മിഷണറി ആയിരുന്ന കോൺസ്റ്റന്റൈൻ ജോസഫ് ബെഷി ആണ് സ്ഥാപിച്ചത്. തിരുച്ചിറപ്പള്ളി കോർപ്പറേഷൻ്റെ കീഴിൽ 2 മുനിസിപ്പാലിറ്റികളും 14 പഞ്ചായത്ത് യൂണിയനുകളും 18 പഞ്ചായത്തുകളും 408 ഗ്രാമപഞ്ചായത്തുകളും ഉണ്ട്. ശ്രീമതി ചാരുബാല തൊണ്ടൈമാൻ ആണ് ഇപ്പോഴത്തെ മേയർ. കൃഷിയും വ്യവസായവും തിരുച്ചിറപ്പള്ളിയിലെ ഭൂരിഭാഗം ജനങ്ങളും കൃഷിക്കാർ ആണ്. 1991 കണക്കുകൾ പ്രകാരം 1,85,750 ഹെക്ടർ ഭൂമിയിൽ ഇവിടെ കൃഷി ഇറക്കാറുണ്ട്. ഇതിൽ വിതയ്ക്കുന്ന ഭാഗം തന്നെ 1,69,632 ഹെക്ടർ വരും. ഒന്നിലധികം തവണ കൃഷി ഇറക്കുന്ന രീതിയും ഇവിടെയുണ്ട്. പ്രധാന കാർഷിക വിളകൾ നെല്ല്, പയർ വർഗ്ഗങ്ങൾ, കരിമ്പ്, നിലക്കടല, എള്ള്, പരുത്തി എന്നിവയാണ്. കാവേരി നദിയുടെ സാമീപ്യം മൂലം കൃഷിക്കാവശ്യമായ ജലം ഇവിടെ സുലഭമാണ്. എങ്കിലും വേനലിൽ വരൾച്ച അനുഭവപ്പെടാറുണ്ട്. ജലസേചനത്തിനായി നിരവധി തോടുകളും ബണ്ടുകളും കൈവരികളും നിർമ്മിച്ചിരിക്കുന്നുണ്ട് ഇവിടെ. കൃഷിയല്ലാതെ നെയ്ത്തും ഇവിടുത്തുകാരുടെ ഒരു മുഖ്യ തൊഴിലാണ്. പരമ്പരാഗത കൈത്തറികൾ ഇപ്പോൾ യന്ത്രവൽകൃത നെയ്ത്ത് യന്ത്രങ്ങൾക്ക് വഴിമാറിയെങ്കിലും പഴയ ഖാദി, പരുത്തി വസ്ത്രങ്ങൾ നിർമ്മിക്കുന്നവരും ഇവിടെ ഏറെയുണ്ട്. പാറക്കോട്ടയ്ക്ക് ചുറ്റുമുള്ള സ്ഥലങ്ങൾ തിരക്കുള്ള വാണിജ്യ വ്യവസായ കേന്ദ്രങ്ങൾ കൂടിയാണ്. ഛത്രം എന്നറിയപ്പെടുന്ന ഇവിടെ കൂടുതലായും വസ്ത്രങ്ങളുടെ നിർമ്മാണവും വ്യാപാരവുമാണ് നടക്കുന്നത്. തിരുച്ചിറപ്പള്ളിയെ കരമാർഗം മറ്റ് പ്രധാന സ്ഥലങ്ങളുമായി ബന്ധിപ്പിക്കുന്നത് റോഡുകളാണ്. പാറക്കോട്ടെ ക്ഷേത്രത്തിനടുത്താണ് തെപ്പക്കുളം ബസ് സ്റ്റേഷൻ. ദക്ഷിണ റെയിൽവേയുടെ ഒരു ഇടത്താവളമാണ് തിരുച്ചി. ഭാരതത്തിൻ്റെ നാനാഭാഗത്തേക്കും ഇവിടെ നിന്ന് തീവണ്ടി സേവനം ലഭ്യമാണ്. ടീ ഗാർഡൻ എക്സ്പ്രസ് എന്ന തീവണ്ടി മലയാളികൾക്ക് സുപരിചിതവുമാണ്. ഇവിടുത്തെ അന്താരാഷ്ട്ര വിമാനത്താവളം നഗരത്തിൽ നിന്നും 7 കിലോമീറ്റർ അകലെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഇങ്ങനെ നാം ട്രിച്ചിയുടെ ചരിത്രം ഓർത്തുകൊണ്ടിരിക്കുമ്പോൾ കാറ് കല്ലണൈ ഡാമിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ അണക്കെട്ടാണ് കല്ലണ. തമിഴ്നാട്ടിലെ കാവേരി നദിക്ക് കുറുകെയുള്ള ഈ ഡാം 1-ാം നൂറ്റാണ്ടിൽ കരികാല ചോളനാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇന്നും കേടുകൂടാതെ നിൽക്കുന്ന ഈ അണക്കെട്ട് 19-ാം നൂറ്റാണ്ടിൽ പുനരുദ്ധരിച്ച് ഗ്രാൻഡ് അണക്കെട്ട് എന്ന പേരിലാണ് ഇപ്പോൾ അറിയപ്പെടുന്നത്. ഇന്ന് ഉപയോഗത്തിലിരിക്കുന്ന ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ജലപദ്ധതികളിൽ ഒന്നാണ് ഇത്. 19-ാം നൂറ്റാണ്ടിൽ ബ്രിട്ടീഷ് എഞ്ചിനീയർ ആർതർ തോമസ് കോട്ടൺ ആണ് പുനരുദ്ധാരണം നടത്തിയത്.
തിരുച്ചിറപ്പള്ളിയിൽ നിന്നും 20 കിലോമീറ്റർ അകലെ കാവേരി നദിക്ക് കുറുകെയാണ് ഈ അണക്കെട്ട് രണ്ടായി മുറിക്കുന്നത്. കൊല്ലിടമാണ് രണ്ടാമത്തെ നദി. 1-ാം നൂറ്റാണ്ടിൽ ചോള രാജാവ് ആയ കരിങ്കാലനാണ് ഈ അണക്കെട്ട് നിർമ്മിച്ചത്. നിലവിലുള്ള അണക്കെട്ടുകളിൽ ഏറ്റവും പഴക്കമേറിയതാണ് ഈ അണക്കെട്ട്. ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള ജലസേചന പദ്ധതിയും. അണക്കെട്ടിന് ആകെ 1080 അടി വീതിയും 66 അടി ഉയരവും ആണ് ഉള്ളത്. ഒരു വളഞ്ഞ ഘടനയാണ് ഈ അണക്കെട്ടിന് നൽകിയിട്ടുള്ളത്. കല്ലും കളിമണ്ണും മാത്രം അടങ്ങുന്ന ഒരു നിർമ്മിതി. 1900 വർഷത്തിലേറെയായി കാവേരി വെള്ളപ്പൊക്കത്തെ തടഞ്ഞു നിർത്തുന്നു എന്നത് ഇന്നും ഒരു അത്ഭുതമാണ്. 1839 അണക്കെട്ടിന് മുകളിൽ ഒരു പാലം പണിതു. രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും നിരവധി ആളുകൾ ദിവസേന ഇവിടെ എത്തുന്നതിനാൽ ഇത് ഒരു പ്രശസ്ത വിനോദസഞ്ചാര കേന്ദ്രം കൂടിയാണ്. ഇവിടെ എത്തുന്ന യാത്രികരെ ആകർഷിക്കുന്നതിനായി പാർക്കുകളും അതുപോലെ തന്നെ കുളിക്കടവുകളും സജ്ജീകരിച്ചിട്ടുണ്ട്. ഇവിടെ പരന്നൊഴുകുന്ന നദിയിൽ കുളിക്കുക എന്നത് ഏതൊരു യാത്രികനെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ലൊരു അനുഭവമാണ്. നിരവധി നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തമിഴ്നാട് ഭരിച്ചിരുന്ന കരികാല ചോളൻ കാവേരിയിൽ അടിക്കടി ഉണ്ടാകുന്ന വെള്ളപ്പൊക്കം കാണുകയും അത് തടയാൻ കാവേരിയിൽ ഒരു വലിയ അണക്കെട്ട് നിർമ്മിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. സെക്കൻഡിൽ 2 ലക്ഷം ഗ്യാലൻ എന്ന തോതിൽ ഒഴുകുന്ന കാവേരിയിലെ വെള്ളത്തെ അണക്കെട്ടാക്കാനുള്ള മാർഗവും തമിഴർ കണ്ടെത്തി. അവർ കാവേരി നദിക്ക് മുകളിൽ വലിയ പാറകൾ കൊണ്ടുവന്നു. ജലശോഷണം മൂലം ആ കല്ലുകളും ക്രമേണ മണ്ണിലേക്ക് താഴ്ന്നുപോയി. അവർ അതിനു മുകളിൽ മറ്റൊരു പാറയിട്ടു. നടുവിൽ ഒരു തരം വെള്ളത്തിൽ ലയിക്കാത്ത കളിമണ്ണ് പുതിയ പാറകളിൽ പൂശുകയും ഇത് പാറകളെ പിടിച്ചു നിർത്തുകയും ചെയ്തു. ഇന്ത്യൻ ജലസേചനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് എഞ്ചിനീയറായ സർ ആർതർ കോട്ടൺ വർഷങ്ങളോളം ഈ അണക്കെട്ട് പര്യവേഷണം ചെയ്തു. കാലപ്പഴക്കം കൊണ്ട് ഉപയോഗശൂന്യമായ അണക്കെട്ട് മൂലം സംയോജിത തഞ്ചാവൂർ ജില്ലയെ തുടർച്ചയായ വെള്ളപ്പൊക്കവും വരൾച്ചയും ബാധിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് 1829 സർ ആർതർ കോട്ടനെ കാവേരി ജലസേചന മേഖലകളുടെ ചുമതലയുള്ള ബ്രിട്ടീഷ് സർക്കാർ നിയമിച്ചത്. ഉപയോഗശൂന്യമായ അണക്കെട്ട് ധൈര്യപൂർവ്വം ചെറിയ കഷ്ണങ്ങളായി മുറിച്ച് മണൽ ചാക്കുകൾ സ്ഥാപിച്ചത് അദ്ദേഹമായിരുന്നു. അക്കാലത്ത് അദ്ദേഹം കോട്ടയുടെ അടിത്തറ പര്യവേഷണം ചെയ്യുകയും അണക്കെട്ട് നിർമ്മാണ ശേഷിയെക്കുറിച്ചും പഴന്തമിഴിൻ്റെ ജലസേചന മാനേജ്മെൻറ്റിനെക്കുറിച്ചും ലോകത്തെ അറിയിക്കുകയും ചെയ്തു. കോട്ടയ്ക്ക് ഗ്രാൻഡ് ഡാം എന്ന പേരും നൽകി. എഞ്ചിനീയറിംഗ് പഠന ഇൻസ്റ്റിറ്റ്യൂട്ടായ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയുടെ പുരാതന ഗ്രന്ഥങ്ങളുടെയും ലിഖിതങ്ങളുടെയും വിപുലമായ എഞ്ചിനീയറിംഗ് ഗവേഷണത്തെക്കുറിച്ചും ലാബോറട്ടറി സിമുലേഷനെക്കുറിച്ചും ആദ്യമായി ഈ പഠനം റിപ്പോർട്ട് ചെയ്തു. ഫീൽഡ് സർവേകൾ, തത്സമയ ഭൂമി സർവേ, നിലവിലെ ഡേറ്റ എന്നിവ അടിസ്ഥാനമാക്കിയായിരുന്നു പഠനം. വിചിത്രമായ രൂപത്തിൽ നിർമ്മിച്ച അണക്കെട്ടിൻ്റെ പോഷക നദിയിലെ അവശിഷ്ടത്തിൻ്റെ ഒഴുക്ക് വർദ്ധിപ്പിക്കുന്നതിനാണ് രൂപകൽപ്പന ചെയ്തതെന്ന് വാദമുണ്ട്. ഈ പ്രദേശത്തെ ജലസേചനത്തിനുള്ള പ്രാഥമിക നദിയാണ് കാവേരി. 1800 ആണ്ടിൽ 6 ലക്ഷം ഏക്കർ ജലസേചനത്തിന് ഇതിലെ ജലം ഉപയോഗപ്പെടുത്തുകയുണ്ടായി. സാധാരണ സമയങ്ങളിൽ കാവേരി ജലം ആഴത്തിലും വേഗത്തിലും ഒഴുകുന്നത് തടയുക എന്നതാണ് അണക്കെട്ടിൻ്റെ പ്രധാന പ്രവർത്തനം. എന്നാൽ വെള്ളപ്പൊക്കമുണ്ടായാൽ അത് സുരക്ഷിതമായി കാവേരിയിൽ നിന്ന് കൊല്ലിയിലേക്ക് കടത്തി കടലിലേക്ക് ചേർക്കാം. ഏകദേശം 2000 വർഷങ്ങളായി അണക്കെട്ട് സമീപത്തുള്ള മറ്റേതെങ്കിലും ഘടനയുടെ സഹായമില്ലാതെ പ്രവർത്തിച്ചു വരികയാണ്. ഇങ്ങനെ അണക്കെട്ടിൻ്റെ മഹാത്മ്യത്തെക്കുറിച്ചും അണക്കെട്ടിൻ്റെ ബൃഹത്തായ രൂപത്തെപ്പറ്റിയും അണക്കെട്ടിൻ്റെ ചരിത്രത്തെക്കുറിച്ചും ഓർത്തുകൊണ്ടിരിക്കുമ്പോൾ കാറ് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരുന്നു. അങ്ങനെ നാം ഇപ്പോൾ തിരിച്ച് തൃച്ചി സിറ്റിയിലേക്ക് എത്തുകയും അവിടെ നിന്ന് തഞ്ചാവൂരിനെ ലക്ഷ്യമാക്കി
നമ്മുടെ കാർ മുന്നോട്ട് നീങ്ങുകയുമാണ്.